ശാലോം ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. നമ്മുടെ കുടുംബങ്ങൾ ദൈവസ്നേഹവും പരസ്നേഹവും നിറഞ്ഞതാവണമെങ്കിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങളും ഉണ്ടാകണം. പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്താൻ കഴിയണം. അതിനുള്ള നല്ലൊരു വഴികാട്ടിയായി യൂത്ത് ഗൈഡ് മാറുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. പ്രശ്നങ്ങൾക്ക് പരിഹാര മാർഗങ്ങളുമായി പ്രശസ്ത ഫാമിലി കൗൺസിലറായ ശ്രീമതി ഗ്രേസ്ലാൽ നമ്മോടൊപ്പം ഉണ്ട്. മാഡത്തിനെ ഈ പ്രോഗ്രാമിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. മാഡം, സ്വാഗതം. യുവജനങ്ങളുടെ പ്രതിനിധിയായി മിസ്റ്റർ ബിനീഷ് ജോർജ്, വിദ്യാഭ്യാസ വകുപ്പിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരാളാണ് മിസ്റ്റർ ബിനീഷ്. ബിനീഷിനെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മാഡം, ഇന്നത്തെ ഒരു കത്ത് ഒരു IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന രണ്ട് വ്യക്തികളുടെയാണ്. ഞാൻ അമേരിക്കയിൽ IT ഫീൽഡിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് അന്യമതത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ ഇഷ്ടമാണ്. ആദ്യം തന്നെ ഈ കാര്യം ഞാൻ എൻ്റെ അപ്പനോട് പറഞ്ഞിരുന്നു. അന്ന് എതിരൊന്നും പറഞ്ഞിരുന്നില്ല. അതനുസരിച്ച് ഞങ്ങളുടെ ബന്ധം മുന്നോട്ട് കൊണ്ടുപോയി. അപ്പൻ ഈ കാര്യം അമ്മയെ അറിയിച്ചിരുന്നില്ല. അമ്മ ഇതറിഞ്ഞപ്പോൾ മുതൽ ഒരു ഭ്രാന്തിയെ പോലെ ആയിരിക്കുകയാണ്. എനിക്ക് അവളെ ഇനി ഉപേക്ഷിക്കാൻ വയ്യ. എന്ത് ചെയ്യണം? ഈ കാലഘട്ടത്തിലെ ഒരു സാധാരണ ചെറുപ്പക്കാരൊക്കെ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നത്തിലേക്കാണ് ഈ കത്ത് വിരൽ ചൂണ്ടുന്നത്. കാരണം അവന് പഠിക്കുന്ന സമയത്ത് ഒരു പെണ്ണിനോട് ഇഷ്ടം ഉണ്ടാകുന്നു. ആ ഇഷ്ടം ഉണ്ടാകുന്ന പെണ്ണ് അന്യമതത്തിൽപ്പെട്ട പെണ്ണാണ്. അവൻ പക്ഷെ അത് മടിക്കാതെ അപ്പനോട് പറയുന്നു. അപ്പൊ അപ്പനും മകനും തമ്മിൽ ഒരു നല്ല ബന്ധം അവിടെയുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു അമ്മ കുറച്ച് സ്ട്രിക്റ്റ് ആയിരിക്കും. അതുകൊണ്ട് അപ്പൻ്റെ അടുത്തും അമ്മ സ്ട്രിക്റ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അപ്പൻ ഇത് രഹസ്യമായി വെക്കുന്നു, അമ്മയുടെ അടുത്ത് പറയുന്നില്ല. അപ്പന് 2 ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ഒന്നുകിൽ ഇവൻ പഠിച്ചെല്ലാം വരുമ്പോൾ ഇത് വിട്ടുപൊക്കോളും, ഇല്ലെങ്കിൽ ഒരു സമയം വരെ ജോലിയൊക്കെ കിട്ടട്ടെ, അവനെ ഇപ്പം ഡിസ്റ്റർബ് ചെയ്താൽ അത് അവൻ്റെ പഠനത്തെ ബാധിക്കും. അപ്പന ഇച്ചിരി പ്രാക്ടിക്കലായി. അവൻ്റെ പഠനത്തിൽ ഇപ്പം ഈ പെണ്ണിനെ ഉപേക്ഷിക്കുന്നു പറഞ്ഞാൽ അവൻ്റെ പഠനം പോകും, അവൻ്റെ മുന്നോട്ടുള്ള വളർച്ച പോകും. അപ്പം അപ്പൻ ഓർത്തു ഇവൻ ഒരു പ്രതീക്ഷ കൊടുക്കുന്ന ഒരു സാധനമായിട്ട് ഇതിരുന്നോട്ടെ, അവൻ വളരട്ടെ. അപ്പൻ ആശിച്ചതിലും അപ്പുറം അവൻ വളർന്നു. കാരണം അവനെ മാക്സിമം പഠിക്കാവുന്നിടത്തോളം പഠിച്ചു, അവന് ജോലിയായി. അപ്പം ജോലിയായി കഴിഞ്ഞപ്പോൾ അപ്പൻ കൊടുത്ത വാക്ക് പാലിക്കേണ്ട ഗതികേടിലേക്ക് അപ്പം വന്നു. അതാണ് അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അമ്മ എന്ന് പറയുന്ന സ്ത്രീക്ക് ഒരു മകനെക്കുറിച്ച് ഒത്തിരി സ്വപ്നങ്ങളുണ്ട്, എക്സ്പെക്റ്റേഷൻ ഉണ്ട്. അവൻ പഠിച്ചു വലുതായി വരുമ്പോൾ അവൻ്റെ കല്യാണം, അവൻ്റെ അവന് പെണ്ണ് കാണാൻ പോവുക, അമ്മയ്ക്ക് കുറേ ആഗ്രഹങ്ങളുണ്ടായിരുന്നു. അതെല്ലാം സ്വപ്നം കണ്ടിരുന്ന അമ്മയുടെ മുന്നിലേക്കാണ് അപ്പൻ അറിയാമായിരുന്ന വർഷങ്ങളായിട്ട് അപ്പൻ ഒളിച്ചു വെച്ച രഹസ്യം അപ്പൻ പറയുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അമ്മ തകർന്നു പോകും. അത് ഏതമ്മയും തകർന്നു പോകും. ഇതിനകത്തുള്ള സൊല്യൂഷൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. സൊല്യൂഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ പ്രേമിച്ച് അവർ രണ്ടുപേരും കൂടെ പിരിയാതെ കല്യാണം കഴിക്കുക എന്ന് നമുക്ക് പറയാം. പക്ഷെ വിവാഹം, കുടുംബം എന്ന് പറയുന്നത് വിജയിക്കണമെങ്കിൽ അതിന് കുറച്ച് മാനദണ്ഡങ്ങൾ ആവശ്യമാണ്. കാരണം നമ്മളിപ്പോൾ വിവാഹമോചനങ്ങളുടെ ലിസ്റ്റ് എടുത്താൽ കേരളത്തിൽ ഒത്തിരിയേറെ വിവാഹമോചനങ്ങൾ കൂടുന്നു. നമ്മുടെ കോടതികളിൽ ആയിരക്കണക്കിന് 10,000-കണക്കിന് കേസുകൾ കെട്ടിക്കിടക്കുന്നു. ഇനി ഞാനൊരു കൗൺസിലർ ആയതുകൊണ്ട് തന്നെ എൻ്റെ ക്ലിനിക്കിൽ എത്തുന്ന കേസുകളിലും 90% ഹൈലി ക്വാളിഫൈഡ് പിള്ളേരുടെയാണ്. വിദ്യാഭ്യാസം കൂടിയ പിള്ളേർ കുടുംബജീവിതത്തിൽ പരാജയപ്പെട്ടു പോകുന്നു. രണ്ടാമത്തെ കാര്യം ഞാൻ കാണുന്നത്, ഇപ്പോൾ പിള്ളേരെ സംബന്ധിച്ചിടത്തോളം പഠിക്കുന്ന സമയത്ത് ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കേണ്ട കാലമല്ല. അവർ പഠിച്ച് സ്വന്തം കാലിൽ നിന്ന് കഴിഞ്ഞിട്ടാണ് ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കേണ്ട സമയം. പക്ഷെ ഇവർ പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ ജാതി ഒരു പ്രശ്നമാകുന്നില്ല, വിദ്യാഭ്യാസം ഒരു പ്രശ്നമാകുന്നില്ല, പിന്നെ അവരുടെ ഈ സാമ്പത്തികമായ 2 കുടുംബങ്ങൾ തമ്മിലുള്ള ചേർച്ച പ്രശ്നമാകുന്നില്ല. ഇതൊന്നും പ്രശ്നമാകുന്നില്ല. അവർക്ക് ഏതെങ്കിലും ഒരാളെ കല്യാണം കഴിക്കുക എന്നുള്ള രീതിയിലേക്ക് പോവുക. ഈ മകനോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യമുണ്ട്. ഇതിപ്പോൾ അവൻ ഈ കല്യാണം കഴിച്ചാലും അത് എത്ര നാൾ തുടർന്ന് പോകുമെന്ന് എനിക്കറിയില്ല. അതിനകത്ത് 2 കാര്യങ്ങളാണ്. ഒന്ന്, അവർ തമ്മിലുള്ള ആചാരാനുഷ്ഠാനങ്ങളിലുള്ള വ്യത്യാസം. അവൻ ശരിയായിട്ട് ബോൺ ആൻഡ് ബോട്ടപ്പ് ഒരു നല്ല ക്രിസ്ത്യൻ കൾച്ചറിലാണെങ്കിൽ ആ പെൺകുട്ടി മാമോദിസ മുങ്ങി
നമ്മുടെ വിശ്വാസത്തിലേക്ക് വരുമെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അവർക്ക് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ ചോദിക്കും, ഈ മതം മാറുന്നത് കൊണ്ടാണോ കുടുംബജീവിതം വിജയിക്കുന്നത്? അതൊരു ഘടകമാണ്. പെട്ടെന്ന് നമുക്ക് തോന്നും അവനവൻ്റെ വിശ്വാസം മതി. ആ സമയത്തുണ്ടാകുന്ന കുഴപ്പമല്ല പിന്നീട് ഉണ്ടാകാൻ പോകുന്നത്. ആദ്യത്തെ ഒരു ഫസ്റ്റ് 2 years ഒക്കെ ചിലപ്പം അവളെ അമ്പലത്തിൻ്റെ വാതിൽ ഇറക്കി വിട്ട് ജീവൻ പള്ളിയിൽ പോയി ഇവർക്ക് വരാം. പക്ഷെ അത് കഴിഞ്ഞ് ഇവർ പ്രഗ്നൻ്റ് ആകും, കുട്ടികളുണ്ടാവും, അവിടെ ഗ്രാൻഡ് പേരൻസ് ഇടപെടും, പ്രസവത്തിന് വെടിയിൽ വരും, അവിടെ വീട്ടിൽ പോയി നിൽക്കും, അവിടെ അമ്മ ഗുരുവായൂർ ചോറ് കൊടുക്കാൻ കൊണ്ടുപോകും, കൊച്ചിനെ അവിടെ ഇരുന്നുകൊണ്ട് ഹരേ കൃഷ്ണ ഹരേ റാം പഠിപ്പിക്കും. അപ്പോൾ ഇങ്ങനെ കുറേ വരുമ്പോഴത്തേക്ക് ചെറുക്കൻ്റെ വീട്ടുകാർക്ക് അത് സഹിക്കാൻ പറ്റാതെ വരും. കാരണം അവർ ആ കൾച്ചറിലെ പഠിപ്പിക്കത്തുള്ളൂ. ഇവർ തമ്മിൽ ക്ലാഷസ് ഉണ്ടാകും. എനിക്ക് ഈ ഉദാഹരണമുള്ള ഇതേ സെയിം കേസുണ്ട്. അതിനകത്ത് രണ്ടുപേരും ഡോക്ടേഴ്സാണ്. രണ്ടുപേരും ഇപ്പം ചെയ്തിരിക്കുന്ന ഒരു വീട് പണിതിട്ട് ഒരാൾക്ക് പൂജാമുറിയും ഒരാൾക്ക് പ്രാർത്ഥനാ മുറിയുമാണ്. അവർ വന്നിപ്പോൾ പരസ്പരം ഒരു ബന്ധവുമില്ല, 2 മുറികളിൽ ഉറങ്ങുന്നു. അവരുടെ പ്രണയം എവിടെ പോയെന്നറിയില്ല. 7-8 വർഷം കൊണ്ട് പ്രണയമെല്ലാം നഷ്ടപ്പെട്ടു പോയി. ഈ പയ്യനും സംഭവിക്കാൻ സാധ്യതയുള്ളത് അവൾ ഒന്നുകിൽ ഇവൻ്റെ കൾച്ചറിലേക്ക് വരണം, ഇവൻ ഒന്നുകിൽ അവൻ്റെ കൾച്ചറിലേക്ക് വരണം. അത് ഒരാവശ്യമാണ്. കുടുംബങ്ങളുടെ നിലനിൽപ്പിന് എപ്പോഴും അങ്ങനെ ഒരു മതപരമായ ഒരു കൂട്ടായ്മയും കൂടെ നമുക്ക് വരുന്നുണ്ട്. മക്കളെ നമ്മൾ വിശ്വാസത്തിൽ വളർത്തിക്കൊണ്ട് വരിക, അല്ലെ പ്രാർത്ഥനയിൽ വളർത്തിക്കൊണ്ട് വരിക. അപ്പൻ്റെ വിശ്വാസമാണ് സാധാരണഗതിയിൽ നമ്മുടെ കുടുംബങ്ങളുടെ വിശ്വാസമെന്ന് സാധാരണഗതിയിൽ നമ്മൾ കരുതുന്നത് അങ്ങനെ. കാരണം ഒരപ്പൻ്റെ അഡ്രസ്സിലാണ് മക്കളും ഭാര്യ അറിയപ്പെടുക. നമ്മൾ കല്യാണം കഴിച്ച് ഭർത്താവിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്, ഭർത്താവിനെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരികയല്ല. അപ്പോൾ അറിയപ്പെടുമ്പോൾ എൻ്റെ ഗ്രേസ് ലാൽ എന്ന് വരികയാണ്, ലാൽ കെട്ടിയോനാ. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് ഈ പെണ്ണ് വരണം. അങ്ങനെ വരുമ്പോൾ അവൾക്ക് യഥാർത്ഥമായ സ്നേഹം ഇവനോടുണ്ടെങ്കിൽ ഇവന് വേണ്ടി എന്തും ചെയ്യാൻ അവൾ തയ്യാറാവണം. എന്തും ചെയ്യാൻ തയ്യാറാകുമ്പോൾ അവന്റെ വിശ്വാസത്തിലേക്ക് വരാൻ അവൾ തയ്യാറാവണം. അവൻ അവളെ നിർബന്ധിക്കുന്നില്ലെങ്കിൽ പോലും അവൾ തയ്യാറാവണം. കാരണം അവർ ഒരുമിച്ച് പള്ളിയിൽ പോകാൻ, ഒരുമിച്ച് പിള്ളേരെ വളർത്താൻ, ഒരു പ്രാർത്ഥന ചൊല്ലിക്കൊടുക്കാൻ, അവരുടെ യാത്രകളിലൊക്കെ അവർക്ക് ഒരേ കാര്യങ്ങൾ അവർ പറയുമ്പോൾ 2 തരത്തിലുള്ള കാര്യങ്ങൾ പറയാതെ ഒരേ വിശ്വാസത്തിലേക്ക് വരാൻ നല്ല സമാധാനമുള്ള കുടുംബജീവിത വിജയത്തിന് അത് ആവശ്യമാണ്. വിപ്ലവം നമുക്ക് പ്രസംഗിക്കാനേ പറ്റത്തുള്ളൂ. അങ്ങനെ ജീവിക്കുന്നവരുണ്ട്. ഇല്ലെന്ന് ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. ഈ ഒരു അന്യമതത്തിൽപ്പെട്ട ഒരാൾ ക്രിസ്ത്യാനിയാകുന്നു, എന്തു വന്നാലും അവരുടെ ഉള്ളിൽ അവർ കൊച്ചുനാൾ തൊട്ട് വിളിച്ചു വന്ന ദൈവത്തിന്റെ ഒരു അങ്ങനെ പറയണ്ട. കാരണം എന്താ വെച്ചാൽ ജീനിലൂടെ വരുന്നതുകൊണ്ട്, പാരമ്പര്യങ്ങളിലൂടെ വരുന്നുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ ഇവിടെ നല്ല വിശ്വാസത്തിലേക്ക് വന്നിരിക്കുന്ന ധാരാളം സഹോദരന്മാരെ സഹോദരിമാരെ എനിക്കറിയാം. കാരണം മതൊക്കെ മാറി കുടുംബജീവിതത്തിൽ ഭർത്താവിൻ്റെ ജീവിതത്തിലേക്ക് വന്നിട്ട് ഭർത്താവിൻ്റെ വീട്ടിലുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ വിശ്വാസത്തിൽ മക്കളെ വളർത്തിയവരും നല്ല ആൾക്കാരും ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ ദൈവത്തെ കണ്ടെത്തുന്ന, ഈശ്വരനെ കണ്ടെത്തുന്ന സമയമെന്ന് പറയുന്നത് ഏതാന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവന് വേണ്ടി അത്രയും സാക്രിഫൈസ് ആ പെണ്ണ് ചെയ്യാനായിട്ട് അവൻ ഫോഴ്സ് ചെയ്യണ്ട, അവളൊന്ന് തയ്യാറായാൽ മതി. അപ്പോൾ ഒരു പക്ഷേ ഇവർക്ക് കുഴപ്പമില്ലാതെ പോകാം. ഇല്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു ഇതെന്ന് പറയുന്നത്, രണ്ടുപേരും കുറേ കഴിയുമ്പോൾ മക്കൾ ആരുടെ കൂടെ നിൽക്കുന്നു, അമ്മ കക്ഷി അപ്പം കക്ഷി ഉണ്ടാകും, അമ്മയുടെ വിശ്വാസം അപ്പൻ്റെ വിശ്വാസം ഉണ്ടാകും. അതൊക്കെ ഭാവിയിൽ പ്രശ്നങ്ങളുണ്ടാവും. ഇപ്പം ഒരു പക്ഷേ 2-3 വർഷത്തേക്ക് കുഴപ്പമില്ലാതെ പോയെന്ന് വരാം. അതുകൊണ്ട് പേരൻസിന് സംസാരിക്കാം, അവന് സംസാരിക്കാൻ മേലെങ്കിലും 2 കുടുംബങ്ങൾ തമ്മിൽ ചേരണം. കാരണം അവരിപ്പോൾ എന്തോ ആയിക്കോട്ടെ, നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് നമ്മുടെ മകൻ്റെ ഭാര്യ വീട്ടുകാർ വരണമല്ലോ, അവരുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് നമുക്കും ആ തിണ്ണെ പോയിരിക്കാൻ പറ്റണമല്ലോ. അത് പറ്റുന്ന ഒരു ബന്ധമാണ് നല്ല ബന്ധം എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ മോൻ കല്യാണം കഴിച്ച വീട്ടിൽ നമുക്ക് കയറാൻ പറ്റുന്നില്ലെങ്കിൽ അതിന് എന്ത് ബന്ധമെന്ന് നമ്മൾ പറയുക? അവിടെ ബന്ധങ്ങളില്ലല്ലോ. അപ്പം ഞാൻ പറയുന്നത് ആ ബന്ധങ്ങൾ നഷ്ടപ്പെടുത്താതെ ഇവരെല്ലാവരും കൂടെ ഇരുന്ന് ഒരു ഡിസ്കഷനിലേക്ക് വരാൻ പറ്റുമോ നോക്കുക. ഞാനൊന്ന് ഇടപെടുകയാണ്. മിസ്റ്റർ ബിനീഷ്, യൂത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഈ പ്രശ്നത്തെ എങ്ങനെയായിരിക്കും അവർ സമീപിക്കുക? പലപ്പോഴും നമ്മൾ എന്താ പറയുക, നമ്മുടെ ആയിരിക്കുന്ന അവസ്ഥയിൽ, ഇപ്പോൾ ഈ എങ്ങായിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് എപ്പോഴും ചലഞ്ചസ് അല്ലെങ്കിൽ എല്ലാവരോടും വെല്ലുവിളിക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാടായിരിക്കും. പക്ഷേ ഈ വെല്ലുവിളികളൊക്കെ ഒരു എന്താ പറയുന്ന ഒരു ക്ഷണിക നേരത്തേക്ക് മാത്രമായി ഒതുങ്ങുന്നു എന്നുള്ളതാണ്. മാഡം നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയുന്ന ഒരു പുതുമോടിയുടെ ആ കാലഘട്ടവും കഴിയുമ്പോൾ പിന്നീടാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. എനിക്ക് തോന്നുന്നു ചേതൻ ഭഗത്തിൻ്റെ ഒരു 2 States എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ വളരെ മനോഹരമായിട്ട് അത് ഡെപ്പിക്റ്റ് ചെയ്തിട്ടുണ്ട്, ഇതേപോലെ ഒരു തമിഴ് ബ്രാഹ്മൺ കുടുംബത്തിൽ നിന്നുള്ള വന്നിരുന്ന ഒരു കാര്യത്തെക്കുറിച്ച്. അപ്പോൾ അതൊക്കെ വായിച്ച് എനിക്ക് തോന്നുന്നു യൂത്തിനേക്കാളൊക്കെ ഇപ്പോൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന കാലഘട്ടമാണ്. ഇപ്പം കുറേയൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, എല്ലാവരും അതിലേക്ക് അങ്ങനെ ഒരു ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ ഒരു കേസിൽ എനിക്ക് തോന്നുന്നു മാതാപിതാക്കളുടെ അടുത്താണ് ഏറ്റവും കൂടുതലായിട്ടുള്ളൊരു മിസ്റ്റേക്ക്. മക്കളെ സംബന്ധിച്ച് മക്കളൊന്നും തുറന്ന് പറയുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ പ്രശ്നം. പക്ഷേ ഇവിടെ മകൻ അപ്പനോട് സംസാരിച്ചിട്ടുണ്ട്,
ആ കുടുംബത്തിൻ്റെ ഒരു സംസാര രീതികൾ, അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു കുടുംബം ഒന്നിച്ചിരുന്ന് ഒരുമിച്ച് നേരത്തെ നമ്മൾ സംസാരിച്ചിരുന്നത് പോലെ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നു, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു, പല പ്രശ്നങ്ങളും തുറന്ന് പറയാൻ കഴിയുന്നു. അത് കുടുംബത്തിലുള്ള ഒരാളോട് മാത്രമായി ഒതുങ്ങാതെ ഒരു കുടുംബം എന്ന് പറയുമ്പോൾ തമ്മിൽ തമ്മിൽ സംസാരിക്കാനുള്ളൊരു വേദി വേണമായിരുന്നു. അപ്പോൾ ഇതിൽ എനിക്ക് തോന്നുന്നു അപ്പന്മാരെക്കാളും കൂടുതൽ അപ്പന്മാരെല്ലാ കാര്യങ്ങളും വളരെ നിസ്സംഗമായി കാണുന്നു എന്ന് കരുതുന്നുണ്ടെങ്കിലും ഉള്ളിൽ ഏറ്റവും വിഷമിക്കുന്നവരാണ്. എന്നിരുന്നാൽ പോലും കുറച്ചും കൂടി എക്സ്പ്ലിസിറ്റ് ആയിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുക അമ്മമാരാണ്. കൂടുതലും അവരാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വറീഡ് ആവുന്നതും. അപ്പം അപ്പൻ ഈ കാര്യങ്ങൾ നേരത്തെ മനസ്സിലാക്കി അത് അമ്മയോട് നേരത്തെ തന്നെ അറിയിക്കേണ്ടതായിരുന്നു. എന്നിട്ട് ഒരു ഒരു കുടുംബപരമായ ഒരു തീരുമാനത്തിൽ എത്തിച്ചേരേണ്ടതായിരുന്നു. അത് നടന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നമെന്ന് എനിക്ക് തോന്നുന്നു. രണ്ടാമത് എനിക്ക് തോന്നുന്നു അമ്മയെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രശ്നം മകളെ കുറിച്ചുള്ള ആദികളായിരിക്കും. മകനെക്കുറിച്ചുള്ളതിനേക്കാളും കൂടുതൽ മകളെക്കുറിച്ചുള്ള ആദികളായിരിക്കും. വേറൊരു കുടുംബത്തിൽ ചെന്ന് ചേരേണ്ടതാണ്. അപ്പോൾ അതിന് അമ്മയ്ക്ക് ഒരു നല്ല രീതിയിലുള്ള കാര്യങ്ങൾ അത് മനസ്സിലാക്കി കൊടുക്കാൻ അപ്പൻ എന്ന രീതിയിൽ സാധിച്ചില്ല എന്നുള്ളതാണെന്ന് തോന്നുന്നു എനിക്ക് അതിൽ കണ്ടെത്താൻ കഴിയുന്ന ഒരു കാര്യം. ഞാനിപ്പോൾ അവരോട് പറയുന്നത് അവർ ഒരുമിച്ചൊരു ഫാമിലി കൗൺസിലിങ്ങിന് ഒരു നല്ല കൗൺസിലറെ സമീപിക്കുക. ഫാമിലി കൗൺസിലിങ്ങിന് വരുമ്പോൾ അമ്മയ്ക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി കൊടുക്കാൻ ഒരു കൗൺസിലർക്കാവും. എന്തുകൊണ്ട് അപ്പൻ ഇങ്ങനെ ചെയ്തു? ഇപ്പം അമ്മയ്ക്ക് അപ്പനോടൊരു വാശിയും വൈരോഗ്യം കാണും. അപ്പൻ അത് ചെയ്തത് മകൻ്റെ പഠനം ഉഴപ്പാതിരിക്കാനോ എന്തോ അപ്പന് റീസൺ കാണുമല്ലോ. അത് അമ്മ മനസ്സിലാക്കാനായിട്ട് അമ്മയൊന്ന് മനസ്സിലാക്കി കൊടുക്കുക. അതൊന്ന്. രണ്ട് എന്ന് പറയുന്നത് തമ്പുരാൻ തീരുമാനിച്ചിരിക്കുന്ന ജീവിത പങ്കാളി അതാരായാലും നമുക്ക് വരും. നമ്മുടെ മോൾക്ക് ഇതുകൊണ്ട് തമ്പുരാനൊന്നും ഒരിക്കലും തടസ്സം നിൽക്കത്തില്ല. അങ്ങനെ ചെറുക്കൻ കല്യാണം കഴിച്ചു എന്ന് കരുതി അവൾക്ക് ഇത് കിട്ടേണ്ടത് അവൾക്ക് കിട്ടും. അവൾ ചെന്ന് ചേരേണ്ടടുത്ത് അവൾ ചേരും. അതിനെ ഓർത്ത് അവർ ആദ്യം എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇവരെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഈ പെണ്ണിനെ ഇവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇവരുടെ കുടുംബത്തിലെ ഒരു അംഗമായി കൊണ്ടുവന്ന് നമ്മുടെ ജീവിത രീതികളോടും നമ്മുടെ ആചാരങ്ങളോടും പൊരുത്തപ്പെട്ടാൽ ഒരു പക്ഷേ ഈ പെൺകുട്ടി ആയിരിക്കും ആ കുടുംബത്തിൽ കുറച്ചും കൂടി നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന കുട്ടിയായിരിക്കും. അവൾ അങ്ങനെ നമുക്ക് തഴഞ്ഞു കളയാൻ പറ്റത്തില്ല. കാരണം ഇപ്പം അമ്മേനെ സേവ് ചെയ്യണം നമുക്ക്. അമ്മയുടെ മാനസിക നില തകർന്നിരിക്കുക. അമ്മമാര് അത്രയും ഒന്നും വിഷമിക്കേണ്ട. ദൈവത്തിന് വിട്ടുകൊടുക്കാൻ പഠിക്കുക. തമ്പുരാന് നിന്റെ ഇഷ്ടം നടക്കട്ടെ, എൻ്റെ ഇഷ്ടമല്ല. ഈ കാര്യത്തിൽ തമ്പുരാന്റെ ഒരു തീരുമാനത്തിന് ആ സ്ത്രീ ഒന്ന് കീഴ്വഴങ്ങാൻ തയ്യാറാവുക. പിന്നെ മക്കളെ അമിതമായിട്ട് മക്കളെ സ്നേഹിക്കാതിരിക്കുക. കാരണം അവരിൽ നിന്ന് നമ്മളൊത്തിരി റിട്ടേൺ പ്രതീക്ഷിക്കുമ്പോൾ അല്ല എൻ്റെ മക്കൾ ഇങ്ങനെ ആണ്, ഞാൻ പറയുന്ന അനുസരിക്കുന്ന മക്കൾ, അങ്ങനെ വിചാരിക്കേണ്ട കാര്യമില്ല. കാരണം അവൻ്റെ പഠന സമയത്ത് ഇത് കട്ട് ചെയ്യേണ്ടതിന് പകരം ഇത്രയും വളർന്ന് ഇത്രയും പ്രായമായി അവൻ മാക്സിമം ചെന്നെത്താവുന്നതിൻ്റെ അങ്ങറ്റത്തെ ജോലി സമ്പാദിച്ചു. അവൻ പഠനം ഉഴപ്പിയില്ല, അവൻ കണ്ടയില നടന്നില്ല, ആരും അറിയാതെ രജിസ്റ്റർ മാരേജ് കഴിച്ചില്ല. അവൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അവൻ വെയിറ്റ് ചെയ്തെല്ലാം ചെയ്തു. അപ്പം അവൻ ഇത്രയും കുടുംബത്തിന് വേണ്ടിയല്ലേ ചെയ്തത്. അവൻ കുടുംബത്തിന് വേറെ പേരുദോഷമൊന്നും ഉണ്ടാക്കിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറയുന്നത് അമ്മ വിഷമിക്കേണ്ട കാര്യമില്ല. അവർ ഒരുമിച്ചൊരു ഫാമിലി കൗൺസിലിങ്ങിന് പോയിട്ട് ഒരു നല്ല ഡിസിഷൻ എടുക്കുക. അല്ലെ ആ കൗൺസിലർ സഹായിക്കുക അവരെ. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത് മകൻ ഇതിൽ നിന്ന് പിന്മാറാൻ പറ്റുന്നില്ല, അത് കൗൺസിലറുടെ സഹായത്തോടെ നോക്കുക. പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആ കല്യാണം നടത്തി കൊടുക്കുക. അതൊരവസാനത്തെ ഒരിതാണ്. അപ്പം അതുകൊണ്ട് പിന്നെ തീർച്ചയായിട്ടും അവരുടെ കുടുംബത്തിന് അങ്ങനെയുള്ള ദോഷം. അവരിപ്പോ വിദേശത്ത് അമേരിക്കയിലാണ് രണ്ടുപേരും, അവര് ലിവിങ് ടുഗദർ ആണ്. ആ ഒരു അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. അത്രയും അവർ ലിവിങ് ടുഗദർ ആണെങ്കിൽ എല്ലാ തരത്തിലും അവരടുത്ത് പോയി ഇനിയിപ്പോൾ ഇവരെ വേറൊരാളെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് വേറെ രണ്ട് കുടുംബങ്ങളും കൂടെ നശിച്ചു പോവുക. പിന്നെ ഉണ്ടാകുന്ന മക്കള് രണ്ട് കുടുംബങ്ങൾ മാത്രമല്ല, ഇവർക്ക് മക്കളുടെ മക്കളുമായിട്ട് ജനിക്കാൻ പോകുന്ന തലമുറ വരെ നശിപ്പിക്കുക. അതുകൊണ്ട് അതിനേക്കാളും നല്ലത് ഇറ്റ്സ് ബെറ്റർ. പക്ഷെ അവർക്കൊരു കൗൺസിലിംഗ് കൊടുക്കുക. നല്ല ഇങ്ങനെ പോസിബിലിറ്റീസ് ഉണ്ട്. അവർ രണ്ട് വിശ്വാസത്തിൽ പോകുന്നത് ശരിയല്ല. ഏതെങ്കിലും ഒരു വിശ്വാസം അത് ഫോളോ ചെയ്യണം. പിന്നെ മാതാപിതാക്കൾ ജീവിക്കുന്നത് മക്കൾക്ക് വേണ്ടിയാണ്. ആ മാതാപിതാക്കൾക്ക് വേണ്ട എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് ആലോചിക്കുക. അത്ര നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. ഒരു നല്ല മാക്സിമം സമയം കൊടുക്കുക. ആരാണ് ഏത് വിശ്വാസത്തിലേക്കാണ് വരിക എന്നത്. പുതിയതായിട്ടൊരു കുട്ടി വരുന്നതാണ്, അവൾക്കും നമ്മുടെ കൾച്ചർ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ആചാരങ്ങളെ ഇഷ്ടപ്പെട്ട് ഇതിലേക്ക് ചേരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു ഓപ്പൺനെസ് നമ്മളും കാണിക്കണം. ഇതിനകത്ത് ഞാൻ ഒരു കാര്യം പറയട്ടെ, അവര് ആചാരങ്ങളും അനുഷ്ഠാനങ്ങൾക്കും അപ്പുറം നിന്നുകൊണ്ടാണ് ലിവിങ് ടുഗദറിലേക്ക് പോയത്. അതിനകത്ത് രണ്ടുപേരും ഗോഡ് ഫിയറിംഗ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. രണ്ടുപേരും ഗോഡ് ഫിയറിംഗ് ആണെങ്കിൽ നമ്മുടെ പിള്ളേർ അങ്ങനെ വരില്ല. അപ്പൊ അതിനകത്ത് അങ്ങനെ ചില അപാകതകളുണ്ട്. അതെനിക്കറിയില്ല. അവരെ ഇപ്പോൾ നമ്മൾ കണ്ടാലേ ഒരു കൗൺസിലർ എന്നുള്ള നിലയിൽ ഞാൻ പറയാം, അവരൊരു ഫാമിലി ആയിട്ട് വന്ന് കണ്ടാൽ തീർച്ചയായിട്ടും ഞാൻ സൊല്യൂഷൻ അതിനെ ഉണ്ടാക്കി കൊടുക്കാം. പക്ഷേ അതിനുള്ള കാര്യം എന്ന് പറയുന്നത് ഇവർ ഈ ലിവിങ് ടുഗദർ ആയപ്പോൾ തന്നെ അപ്പൻ വിചാരിക്കേണ്ടതാണ്, അല്ലെ അമ്മ വിചാരിക്കേണ്ടതാണ്. അത് ശരിയായൊരു കാര്യമല്ലല്ലോ.
നമ്മുടെ ഒരു കൾച്ചറിൽ അതിന് അപാകതകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ലിവിങ് ടുഗദർ ഇത്രയും വർഷം ഒരുമിച്ച് ജീവിച്ച രണ്ടുപേരെയും പിടിച്ച് വേറെ രണ്ടുപേരുടെ കയ്യിൽ കൊടുത്തിട്ട് അതും ഇല്ല ഇതും ഇല്ല ഒന്നും ഇല്ലാതാവും. അതിനേക്കാളും നല്ലത് അവരൊരുമിച്ച് ചേർത്ത് തന്നെ വിടുന്നതായിരിക്കും. ഞാൻ 40 വയസ്സുള്ള ഒരു വീട്ടമ്മയാണ്. എൻ്റെ മകന് 18 വയസ്സുണ്ട്. വളരെയേറെ വിഷമത്തോടെയാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. അവൻ എപ്പോഴും പെൺകുട്ടികളെ പോലെയാണ് പെരുമാറുന്നത്. കൂട്ടുകാരെല്ലാം പെൺകുട്ടികളാണ്. ഇപ്പോൾ അവൻ പറയുന്നു അവനൊരു പെണ്ണായി ജീവിച്ചാൽ മതിയെന്ന്. ലിംഗമാറ്റ ശസ്ത്രക്രിയയിലൂടെ ഇത് സാധിക്കുമെന്ന് മനസ്സിലാക്കിയ അവൻ ഒട്ടും സ്വൈര്യം തരുന്നില്ല. ഞാനും ഭർത്താവും വളരെയേറെ മനോവിഷമത്തിലാണ്. ഞങ്ങളുടെ ഏക മകനാണവൻ. പല സ്ഥലത്തും കൗൺസിലിങ്ങിന് കൊണ്ടുപോയി, ഒരു പ്രയോജനവുമില്ല. ശാലോമിലൂടെ നല്ലൊരു മറുപടി പ്രതീക്ഷിക്കുന്നു. അവനിപ്പോൾ വയസ്സ് 18 വയസ്സാണ്. അവൻ്റെ എന്താ പറയുക, അഡോളസൻ സ്റ്റേജിൻ്റെ പീക്ക് ടൈമിൽ വന്നിരിക്കുക. അപ്പോൾ അതിനകത്ത് എനിക്ക് തോന്നുന്നു ചെറുപ്പം മുതലേ അവൻ വളർന്ന സാഹചര്യങ്ങളെക്കുറിച്ച് പഠിക്കേണ്ടിയിരിക്കുന്നു. ഒന്ന്, അവന് വേറെ പിള്ളേർ ഇവരുടെ വീട്ടിലുണ്ടോ എന്നുള്ളത് അറിയണം. അതിപ്പോൾ ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. ഏക മകനാണെന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഈ ചെറുപ്പത്തിൽ പെണ്ണുണ്ടാവാൻ ആഗ്രഹിച്ച് ആണുണ്ടായാലും ആകാൻ അമ്മ സ്വപ്നം കണ്ട് പെണ്ണുണ്ടായാലും അവിടെ ഒരു അപാകതയുണ്ട്, അമ്മയുടെ മനസ്സിൻ്റെ ഒരു അപാകത. രണ്ടാമത്തെ കാര്യം, ഉണ്ടാകുന്ന കൊച്ചിനെ എടി മോളെ ചക്കര, അമ്മയ്ക്ക് ചിലപ്പോൾ പെൺകുട്ടികളെ ഒരുക്കി നടത്തുന്നത് ഇഷ്ടമാണെങ്കിൽ അത്രയും ഉടുപ്പൊക്കെ ഇടിപ്പിച്ച് പൊട്ടൊക്കെ തൊടിപ്പിച്ച് ആമ്പിള്ളേരെയും പൊട്ടുമൊക്കെ തൊടിപ്പിച്ച് നടത്തിയിട്ടുണ്ടോ എന്നുള്ളതും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. രണ്ടുമൂന്ന് കാര്യങ്ങളുണ്ട്. പിന്നെ മോളെ എടാ ഇപ്പം ആമ്പിള്ളേരെ എടാ മോനെ, ഇപ്പം ആമ്പിള്ളേർ അങ്ങനെ വിളിക്കുമല്ലോ, എടാ ചെറുക്ക, അങ്ങനെയൊക്കെയല്ലേ പെണ്ണിനെ വിളിക്കുന്നത്, അങ്ങനെയൊക്കെയാണ്. അങ്ങനെ വല്ല സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് അതിനകത്ത് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം, കൊച്ചു ക്ലാസ്സിൽ ഇവൻ പഠിക്കാൻ പോകുമ്പോൾ ഇവൻ്റെ ഡ്രസ്സ്, ആൺകുട്ടികൾ ഇടുന്ന ഡ്രസ്സൊക്കെ ഇവനെ ധരിപ്പിക്കേണ്ടതിന് പകരം അമ്മ പെണ്ണുങ്ങളുടെ വല്ല ഡ്രസ്സ് ഇടിപ്പിച്ചിട്ടുണ്ടോ, തലമുടി വളർത്തിയിട്ടുണ്ടോ, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ. അത് 4 വയസ്സ് വരെ. കാരണം ഒരാളുടെ ലൈംഗികത ഡെവലപ്പ് ചെയ്യുന്നത് 4 വയസ്സ് വരെയാണ്. ഒരു മനുഷ്യൻ്റെ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് അവൻ്റെ ഓറൽ സ്റ്റേജാണ്. ആ ഓറൽ സ്റ്റേജ് അമ്മയുടെ മുലപ്പാൽ നുണഞ്ഞു കുടിക്കുന്ന സമയത്ത് ഒരു കുട്ടിയിലുണ്ടാകുന്ന ഫീലിംഗ് അവൻ്റെ ലൈംഗികതയെ വളർത്തുന്ന ആദ്യത്തെ സ്റ്റേജാണ്. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അവൻ കമന്ന് വീണ് വട്ടം കറങ്ങി പൊങ്ങുന്ന സമയത്ത് അവൻ്റെ വിസർജ്യ അവയവങ്ങൾ, ലൈംഗിക അവയവങ്ങളാണ് അവന് ഏറ്റവും കൂടുതൽ സന്തോഷം കൊടുക്കുന്നത്. ആ സമയത്ത് ടോയ്ലറ്റ് ട്രെയിനിങ് കൊടുക്കുക, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ആ സമയത്ത് വളർത്തുന്ന അപാകതകൾ കൊണ്ട് കുട്ടികളുടെ വൈകല്യങ്ങൾ വരാം. പിന്നെ 1 വയസ്സിനും 3.5 വയസ്സിനിടയിൽ ആണായിട്ട് വളരുക, പെണ്ണായിട്ട് വളരുക. അപ്പോൾ ആ സമയത്ത് ഒരു ആൺകുട്ടി അപ്പനെ റോൾ മോഡലാക്കും, ഒരു പെൺകുട്ടി അമ്മയെ റോൾ മോഡലാക്കും. അപ്പം ഇവിടെ അവനൊരു പക്ഷെ അമ്മയോട് ചേർന്നായിരിക്കും വളർന്ന്. അമ്മയുടെ സാരി ഉടുത്ത്, അമ്മയുടെ എന്താ പറയുക സാധനങ്ങളൊക്കെ എടുത്ത് മോന്തയ്ക്ക് തേച്ച്, അമ്മയുടെ ലിപ്സ്റ്റിക്കൊക്കെ എടുത്ത് തേച്ചായിരിക്കും വളർന്നിരിക്കുന്നത്. എനിക്കറിയാൻ മേലാത്ത കാര്യമാണ്, ആ കേസ് പഠിച്ചാലേ അറിയത്തുള്ളൂ. അത് അവൻ്റെ ഉള്ളിൽ പെൺകുട്ടികളോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് വരുന്ന ഒരു കാരണമായി. പിന്നെ രണ്ടാമത് ഇവൻ്റെ പ്യൂബർട്ടി പീരീഡ് എന്ന് പറഞ്ഞൊരു സമയമുണ്ട്. പ്യൂബർട്ടി പീരീഡ് സാധാരണ ആൺകുട്ടികൾക്ക് വരുന്നത് ആഫ്റ്റർ 11, അതായത് 11 വയസ്സിന് ശേഷം. ഇപ്പം നേരത്തെ അത് 16, 17 ആയിരുന്നു. പക്ഷെ ഒരു 12, 13 വയസ്സൊക്കെ ആകുമ്പോൾ അവനിൽ ആണാകാനുള്ള ഹോർമോൺ, അത് തലച്ചോറ് ഉൽപ്പാദിപ്പിക്കുന്ന തലാമസും പിറ്റ്യൂട്ടറിയും കൂടെ ചേർന്ന് പ്രവർത്തിച്ചിട്ട് അവനിൽ ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറയുന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യണം. ആ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി അവന് മീശ കിളുക്കാൻ തുടങ്ങും, സ്വരം മാറാൻ തുടങ്ങും, രോമങ്ങളൊക്കെ ഉണ്ടാകും. അപ്പം ഈ സമയത്ത് ഇതൊക്കെ നടന്നിട്ടുണ്ടോ എന്നുള്ളതും നമുക്ക് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ആ ഹോർമോണിൻ്റെ ശരിയായ അളവ് അവനിൽ, ഇതിപ്പോൾ ചെയ്യാൻ ഇവർക്ക് പറ്റുന്ന ഒരു കാര്യം, ഈ അമ്മയും അപ്പനും കൂടി ഇവനെ ഒരു സെക്സോളജിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോവുക. നല്ല കേരളത്തിൽ ധാരാളം നല്ല സെക്സോളജിസ്റ്റുകളുണ്ട്. അവൻ്റെ ഹോർമോൺ ലെവല്, അവൻ്റെ പ്യൂബർട്ടി ലെവല്, ആണിന് വേണ്ട യഥാസമയത്ത് പ്രൊഡ്യൂസ് ചെയ്യേണ്ട സംഭവങ്ങളൊക്കെ ഉണ്ട് അവൻ്റെ സെക്ഷൽ ഫീലിങ്സ്, പിന്നെ അവൻ്റെ ആ ഒരു സെക്ഷുവാലിറ്റി, ഇതിനെക്കുറിച്ച് ഒരു സെക്സോളജിസ്റ്റിന് അവനുമായിട്ട് സംസാരിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുക്കുകയും അവൻ്റെ ഹോർമോണൽ ടെസ്റ്റുകൾ, അതായത് സയൻറ്റിഫിക്കായിട്ട് അവനെ ഒന്ന് സ്റ്റഡി ചെയ്യണം. അപ്പം അത് കഴിയുമ്പോൾ സയൻറ്റിഫിക്കായിട്ട് അവന് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും, നീ ആണായി ജനിച്ചവനാണ്, നിനക്ക് ഇത്രയും അവയവങ്ങളല്ലേ, ആണിന് വേണ്ടി ഇത്രയും ഹോർമോൺ ലെവൽ എല്ലാം ഉണ്ട്, നിനക്ക് പെണ്ണാകാൻ പറ്റത്തില്ല. അതവനെ സയൻറ്റിഫിക്കായിട്ട് പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കുക. വെറുതെ അവനിരുന്ന് പറയുന്നുണ്ടെങ്കിൽ അവനിൽ ചിലപ്പോൾ ഹോർമോണിൻ്റെ ചില ഡിസോർഡറുകൾ ഉണ്ടാവാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഞാൻ എല്ലാ ആണുങ്ങളും പെൺകുട്ടികളാണ് അവൻ്റെ ഹോർമോൺ അങ്ങനെ ആയതുകൊണ്ടാണ്. ചില കുട്ടികൾക്ക് അങ്ങനെയാണ്. ചില പെൺകുട്ടികൾക്ക് ആണുങ്ങൾ മാത്രമേ ഉള്ളൂ കൂട്ട്, പെണ്ണുങ്ങൾ കൂട്ടേ ഇല്ല. ആണുങ്ങളെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന അവരുടെ കൂട്ടെല്ലാം ആണുങ്ങളായിരിക്കും.
അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ മനുഷ്യരും ജനിക്കുന്ന സമയത്ത് എല്ലാ ആണുങ്ങളിലും അല്പ സ്ത്രൈണ ഹോർമോണുണ്ട്, എല്ലാ സ്ത്രീകളിലും അല്പം പുരുഷ ഹോർമോണുണ്ട്. അത് നമുക്ക് വേണം. അല്പ സ്ത്രൈണ ഹോർമോണുള്ള ആണുങ്ങളാണ് യഥാർത്ഥത്തിൽ ലവിങ്, കെയറിങ്, അണ്ടർസ്റ്റാൻഡ് നല്ല ഒരാണെന്ന് നമുക്കൊരു ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നവരാണ്. അത് സ്ത്രൈണ ഹോർമോൺ കൂടിപ്പോയാൽ ചാന്തുപൊട്ടാവും. സ്ത്രൈണ ഹോർമോൺ ഒട്ടും ഇല്ലെങ്കിൽ മഹാതൻ്റെടികളും അതിപ്രസംഗികളും ആവും. അങ്ങനെയുള്ള ആണുങ്ങളുടെ കൂടെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഇടിയും ചതയും കൊണ്ട് നമ്മുടെ ഇടപാട് തീരും. 3 ടൈപ്പാണ് സ്ത്രീകളിൽ. അതുപോലെ തന്നെ എല്ലാ സ്ത്രീയിലും അല്പം പുരുഷ ഹോർമോണുണ്ട്. അല്പം പുരുഷ ഹോർമോണുള്ള പെണ്ണുങ്ങൾ തൻ്റെടികളായിരിക്കും, ഭയങ്കര ബോൾഡായിരിക്കും, ആരുടെ മുഖത്ത് നോക്കി കാര്യം പറയും. അവർക്ക് ചിലപ്പോൾ ആണുങ്ങളായിരിക്കും ഫ്രണ്ട്സ് കൂടുതൽ. അവരാണുങ്ങൾ ചെയ്യേണ്ടതെല്ലാം ചെയ്യും. ബൾബ് മാറണോ, മരത്തെ കയറണോ, പിന്നെ എന്നാ ചെയ്യണമെങ്കിൽ അവർ ചെയ്യും. അവർക്ക് ഒരാണിൻ്റെ സഹായം വേണ്ട, ആണ് ചെയ്യുന്നതെല്ലാം അവർക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അവർ ഭയങ്കര ലവിങ് ഒക്കെ ആയിരിക്കും, പ്രാക്ടിക്കലായിരിക്കും. വീട്ടിലെ കാര്യങ്ങൾ ആണുങ്ങളില്ലെങ്കിലും വീടെല്ലാം ഭംഗിയായിട്ട് നോക്കും. ഇനിയും പുരുഷ ഹോർമോൺ ഒട്ടും ഇല്ലാത്ത പെണ്ണെന്ന് പറയുന്ന തനി പെണ്ണെന്ന് പറയുന്നത് അതാ. കാശിനും കൊള്ളുകയില്ല, ഇരുത്തി അവിടെ ഇരിക്കും, ഒന്നിനും കൊള്ളുകയില്ല. കാരണം ഒരു ടൈം മാനേജ്മെൻറ്റ് കാണത്തില്ല. ഇപ്പോൾ പിള്ളേർക്ക് അസുഖം വന്നാൽ ഭർത്താവില്ലെങ്കിൽ അവിടെ വെച്ചുകൊണ്ടിരിക്കും. ഇനി അങ്ങേര് വന്നാലേ ഈ കൊച്ചു ആശുപത്രി ചെല്ലത്തുള്ളൂ, ചിലപ്പോൾ കൊച്ചു ചത്തുപോയെന്നും വരാം. അതായത് ഒന്നിലും അവർക്ക് ഒരു ചുണയും തൻ്റെ ഇടമൊന്നും ഇല്ലായിരിക്കും. ഇനിയും സ്ത്രൈണ ഹോർമോണ് ഒട്ടുമില്ല, പുരുഷ ഹോർമോൺ ഒട്ടും ഇല്ലാത്ത ആൾക്കാരിങ്ങനെ. പുരുഷ ഹോർമോൺ കൂടിപ്പോയാൽ മഹാതൻ്റെ ഇടയിൽ. അപ്പോൾ ആവശ്യത്തിന് വേണം ഇതല്ല. അപ്പം ഇവനിൽ ചിലപ്പോൾ ഇച്ചിരി സ്ത്രൈണ ഹോർമോൺ കൂടുതലായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു ഈ കുട്ടിയിൽ. അതുകൊണ്ടാണ് അവന് സാരി കൊടുക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, വളയൊക്കെ ഇട്ട് പൊട്ടൊക്കെ തൊട്ട് നടക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. അവൻ്റെ ആ ഒരു ഇത് കൗൺസിലിങ്ങിലൂടെ നമുക്ക് മാറ്റാൻ പറ്റുന്നതുകൊണ്ട്, ട്രീറ്റ്മെൻറ്റിലൂടെ, സൈക്കോ തെറാപ്പിയിലൂടെയൊക്കെ മാറ്റാൻ പറ്റുന്നുണ്ട്. ആദ്യമായിട്ട് അവൻ്റെ കുറവുകൾ എന്താണെന്ന് നമ്മൾ പഠിക്കണം. വെറുതെ അവന് 18 വയസ്സായി, വെറുതെ അവനിരുന്ന് പറയത്തില്ല. അത് നല്ല ഒരു സെക്സോളജിസ്റ്റിൻ്റെ സഹായത്തോടെ അമ്മ വെറുതെ ഇരിക്കാതെ എത്രയും പെട്ടെന്ന്, കാരണം 18 വയസ്സാണ്, എത്രയും പെട്ടെന്ന് 21 വയസ്സ് വരെ നമുക്ക് ടൈമുണ്ട്, കാര്യങ്ങൾക്ക് ടൈമുണ്ട്. അമ്മ എത്രയും പെട്ടെന്ന് അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുക. ഒരു നല്ല ഒത്തിരിയിടത്ത് കൗൺസിലിങ്ങിന് കൊണ്ടുപോയെന്ന് പറയുന്നുണ്ട്. അപ്പം അതെനിക്ക് മനസ്സിലാവുന്നില്ല കൗൺസിലർ അങ്ങനെ ഒരു നിർദ്ദേശം എന്തുകൊണ്ട് കൊടുത്തില്ല. ഞാനൊരു കാര്യം, യൂത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഈ ട്രാൻസ്ജെൻഡേഴ്സിനെ എങ്ങനെയാണ് കാണുന്നത്? ഒന്നാമത്തെ ഒരു കാര്യം, ഇപ്പോൾ ഇതിനെക്കുറിച്ച് വലിയ കൂടുതലൊരു അവബോധങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പലപ്പോഴും അവർക്കൊരു സഹാനുഭൂതി ആവശ്യമുള്ള ആൾക്കാരാണ്. ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ, ഇപ്പം XX അല്ലെങ്കിൽ XY ക്രോമസോമുകളുടെ ആ പ്രശ്നങ്ങൾ, അതിൽ നിന്ന് ഉടലെടുക്കുന്ന പല പ്രശ്നങ്ങളായിട്ടുണ്ട്. അത് മനസ്സിലാക്കുകയും ഈ കാര്യങ്ങൾക്ക് കൂടുതലും സമൂഹത്തിന് അവബോധം വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരോട് കുറച്ചും കൂടി ഒക്കെ സഹാനുഭൂതി കാണിക്കുകയും അത് നമ്മൾ ജന്മനാ തന്നെ അങ്ങനെ വന്നിരിക്കും. ക്രോമസോമൽ ഡിസോർഡേഴ്സ് കൊണ്ട് സംഭവിച്ചു പോയവർ. ഇവിടെ അവൻ ആവശ്യപ്പെടുന്നത് ലിംഗമാറ്റ ശസ്ത്രക്രിയക്കാണ്. അതിലൊരു കാഴ്ചപ്പാടുന്ന ഞാനിപ്പോൾ കോളേജുകളിൽ അല്ലെങ്കിൽ സ്കൂളിലെ കുട്ടികളെ കാണുന്നതുകൊണ്ട് എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഒന്ന് ഇങ്ങനെയൊരു അഫിനിറ്റി ഉള്ള കുട്ടികളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു ഗ്രൂപ്പ് തന്നെയുണ്ട്. ചിലപ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഗ്യാങ്ങിന്റെ കൂടെ അത് പെട്ടിട്ടുണ്ടാവാം, ദുരുപയോഗം ചെയ്യപ്പെട്ടിട്ടുണ്ടാവാം. പിന്നീട് ഒരിക്കൽ അങ്ങനെ ഒരു സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് അവരുടെ പ്രേരണയാലായിരിക്കാം ഇപ്പൊ ഇവൻ അങ്ങനെ മാറാൻ വേണ്ടി തയ്യാറാവുന്നത്. അപ്പൊ അങ്ങനെ ഒരു ദുരുപയോഗം ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കി പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ കോളേജുകളിലൊക്കെ ഇങ്ങനെ ഒരു ഗ്യാങ് ഉണ്ട്. അപ്പം അവര് തന്നെ അവരുടെ കൂട്ടത്തിൽ പെടുന്ന ആൾക്കാരെ തപ്പി, അല്ലെങ്കിൽ അങ്ങനെ ഒരു അഫിനിറ്റി ഉള്ള കുട്ടികളെ അവർ ടാർഗറ്റ് ചെയ്തുകൊണ്ട്, ഇപ്പം നേരത്തെ നമ്മൾ ഒരു ഓഫ് ദി ടോക്കിൽ സംസാരിച്ച പോലെ തന്നെ അങ്ങനെ ഒരു ഗ്യാങ്ങുകൾ കൂടി ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവനെ ഇനിയിപ്പോൾ നമ്മൾ എത്ര ശ്രമിച്ചാലും, അമ്മ എത്ര ശ്രമിച്ചാലും നടക്കില്ല. അവന് വേണ്ടത് മാഡം പറഞ്ഞതുപോലെ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കണ്ട് അവൻ്റെ രോഗത്തിന്, അല്ലെങ്കിൽ ഇതൊരു എന്താ പറയുന്ന ഒരു രോഗാവസ്ഥയാണെന്ന് മനസ്സിലാക്കി ആ ഒരു ഇതിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു നമ്മുടെ ഇവര് ക്രിസ്ത്യാനികളാണെങ്കിൽ സഭയുടെ അല്ലെങ്കിൽ നമ്മുടെ ഒരു കാഴ്ചപ്പാടുണ്ട്. ദൈവം നമ്മളിപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്ന സ്ത്രീയും പുരുഷനുമായി മനുഷ്യനെ സൃഷ്ടിച്ചു. അത് ദൈവം തന്നെ ആ ജെൻഡർ അവിടെ തന്നിട്ടുണ്ട്, ഇണയും തുണയുമായി അവരെ സൃഷ്ടിച്ചു. അപ്പൊ ആണും പെണ്ണും എന്ന് പറയുന്നത് ദൈവത്തിന്റെ സൃഷ്ടിയുടെ പ്രത്യേകതയാണ്. നമ്മൾ എന്തായിരിക്കുന്നോ ആ അവസ്ഥയെ സ്നേഹിക്കാനും, അല്ല എനിക്കിനി ആണായാൽ മതി, എനിക്കിനി പെണ്ണിനെ പോലെ ജീവിച്ചാൽ മതി, അങ്ങനെ ചിന്തിക്കാനും അല്ല. ദൈവം തന്നിരിക്കുന്ന ആ അവസ്ഥ എന്താണ് അത് മനസ്സിലാക്കാൻ ആ കുട്ടിക്കൊരു അവബോധം കൊടുക്കുക എന്നുള്ളത് ആവശ്യമാണ്. കാരണം ദൈവമാണ് നിന്നെ ആണായിട്ട് സൃഷ്ടിച്ചത്. പെണ്ണാവാനായിരുന്നു ദൈവത്തിന്റെ കാഴ്ചപ്പാടെങ്കിൽ നിന്നെ പെണ്ണായിട്ട് സൃഷ്ടിച്ചത്. നീ ആണായിട്ട് ഈ ഭൂമിയിൽ ജീവിച്ച് നിനക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു സമയമുണ്ട്, ഒരു 8 ഇയേഴ്സോ 75 ഇയേഴ്സോ എത്രയാണെന്നറിയില്ല. അത്രയും സമയം നീ നിന്റെ പണി തീർത്തിട്ട് തമ്പുരാൻ്റെ അടുത്തോട്ട് പോകേണ്ടതാ. അപ്പം ആ പണി നീ ആണായിട്ടാണ് ചെയ്യേണ്ടതെങ്കിൽ അത് ചെയ്യണം. നിന്റെ റോൾ അതായിരിക്കും. അതാ കുട്ടിക്ക് മനസ്സിലാവട്ടെ.
അത് മനസ്സിലാക്കാനായിട്ട് കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തോന്നുന്നത് കുറച്ച് ദൈവഭയത്തിലും ഒക്കെ വളർന്നു വരുന്ന നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ഇങ്ങനൊരു ഡിസിഷൻസ് സാധാരണ അല്ലെ, ഇതെനിക്ക് തോന്നി ഇത് ഒറ്റപ്പെട്ട് വളർന്നതായിരിക്കും. അവൻ ആണും പെണ്ണും അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാട്. അമ്മയായിരിക്കും ബെസ്റ്റ് ഫ്രണ്ട്. അമ്മയുടെ സാരിയും അമ്മയുടെ ഡ്രസ്സും അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. കാരണം കുട്ടികളുടെ സെക്ഷുവാലിറ്റി ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് അമ്മമാരെ അവര് ഒത്തിരി കോപ്പി ചെയ്യും പിള്ളേരെ. കൊച്ചു പിള്ളേർ കളിക്കുന്ന കളികളിൽ അതാ. ആൺപിള്ളേർ സാധാരണ വണ്ടി ഓടിക്കും, അല്ലെങ്കിൽ അപ്പം കളിക്കുന്ന കച്ചവടം നടത്തും, അവര് മീൻ കച്ചവടം, ഇങ്ങനെ ഓരോ പരിപാടി നടത്തും. ഒരു 3.5 വയസ്സിനിടയ്ക്ക് ആണ് ചെയ്യുന്ന പണി അവനെ ആകർഷിക്കുക. പെണ്ണ് ചെയ്യുന്ന പണി ആകർഷിക്കുന്ന ആണുങ്ങളുണ്ട്. പെണ്ണുങ്ങൾ ചെയ്യുന്ന പരിപാടികൾ, ഇപ്പൊ ഡാൻസ് ഒക്കെ പഠിക്കാൻ വിടും കൊച്ചിനെ. അപ്പൊ ഈ ഡാൻസ് ഒക്കെ പഠിക്കാൻ വിട്ട് കഴിയുന്ന പിള്ളേർ ചിലപ്പോൾ നടക്കുന്നുണ്ടല്ല, അസല ഒരു പെണ്ണുകൾ നടക്കും. അപ്പൊ അങ്ങനെ സംഭവിക്കാം. ഇപ്പൊ ഇവന് അമ്മ ചിലപ്പോൾ ആ ഒരു പെണ്ണാവാൻ ആഗ്രഹിച്ചിട്ടുണ്ടോ ഈ കൊച്ചുണ്ടായ സമയത്ത്, അത് നമുക്കറിയില്ല. അമ്മയുടെ ആഗ്രഹങ്ങളും പലപ്പോഴും ഇവിടെ മാഡം, പലപ്പോഴും ഇതിനകത്ത് കേസ് നമ്മുടെയൊക്കെ ഭക്തസംഘടനയുടെ അല്ലെങ്കിൽ മിഷൻ ലീഗ്, KCOM പോലെയുള്ള സംഘടനകളിലൂടെ കുട്ടികളെ വളർത്തിയെടുത്തുകൊണ്ട് വരേണ്ടതുണ്ട്. ഒരു ആവശ്യകത ഇവിടെയാണ്. പലപ്പോഴും നല്ലൊരു ഗൈഡൻസും കാര്യങ്ങളും ഇപ്പം ഞങ്ങളൊക്കെ വളർന്നു വന്ന സാഹചര്യങ്ങളിൽ നമുക്ക് ഇങ്ങനെ ഈ കുട്ടി ഇപ്പം ഇതുപോലൊരു സംഘടനകളിലൊക്കെ കടന്നു വന്നിരുന്നെങ്കിൽ അവനെ മോൾഡ് ചെയ്യാനുള്ളൊരു സമയമുണ്ടായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ ആത്മീയമായ രീതിയിൽ വളർത്തിക്കൊണ്ടുവരാനുള്ളൊരു അവസരം ഉണ്ടായിരുന്നു. ഇവിടെ അമ്മയ്ക്കും ചില പാളിച്ചകൾ പറ്റിയിട്ടില്ലേ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഒരു അവസരങ്ങൾ അവന് നിഷേധിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ബാക്കിയുള്ള അമ്മമാർക്ക് ഒരു താക്കീതാണിത്. മക്കളെ മിഷൻ ലീഗിന്, അങ്കിൽ മിഷൻ ലീഗ്, യുവദീപ്തിയാലെ KCY, അങ്ങനെ ആ പ്രായത്തിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളിൽ അവരെ ഏർപ്പെടുത്തുക. അപ്പം മറ്റു കുട്ടികളുമായിട്ട് മിങ്കിൾ ചെയ്യും. അവരുടെ ആ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനെ അത് സഹായിക്കും. സർവശക്തനായ ദൈവം നമുക്ക് സുന്ദരമായ ഒരു ജീവിതം ഈ ഭൂമിയിൽ തന്നിട്ടുണ്ട്. ആ ജീവിതം നന്നായിട്ട് ആസ്വദിച്ച് ജീവിക്കുക. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവയും ഞങ്ങൾക്ക് എഴുതുക. എഴുതേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, യൂത്ത് ഗൈഡ്, ഷാലോം TV, പെരുവണ്ണാമൂഴി PO, കാലിക്കറ്റ്. വീണ്ടും കാണാം നമുക്ക് അടുത്ത എപ്പിസോഡിൽ. അതുവരേക്കും നന്ദി.